കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച അവൻ്റെ കൃപകൾക്കായി സ്തുതിക്കുന്നു. പ്രത്യേക എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പേരിടുന്നതായിട്ട് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ആ പേര് ചൊല്ലിയാണ് പിന്നെ നമ്മുടെ മാതാപിതാക്കൾ മറ്റുള്ളതായ സ്കൂൾ ജീവിതത്തിൽ, സ്കൂളിൽ പോകുന്ന സന്ദർഭങ്ങളിൽ, അതുപോലെ ചർച്ചകളിൽ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മെ അന്ന് മാതാപിതാക്കൾ ഇട്ടതായ പേർ ചൊല്ലിയാണ് നമ്മെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ് എന്ന് യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ തക്കോണം കഴിയുന്നത്. ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇവിടെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്നാണ് അവിടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. ഈ വാക്യം നോക്കുമ്പോൾ യാക്കോബിനോട് പറയുകയാണ്, ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ദൈവം പറയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് വില കൊടുത്ത് എന്നെയും നിങ്ങളെ വിലക്ക് വാങ്ങിയവനാണ് എൻ്റെ യേശു. എന്നിട്ട് അവിടെ പറയാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിന്നെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ വിളിക്കപ്പെടുന്ന ആളുമായി ദൃഢമായും സൂക്ഷ്മമായുള്ള ഒരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മെ പേർ ചൊല്ലി വിളിക്കത്തുള്ളൂ. പഴയ നിയമത്തിൽ പേരുകൾ വ്യക്തികളുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം കഴിയും. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചാണ് പഴയ നിയമത്തിൽ പേര് ഇട്ടിരുന്നത് എന്ന് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഈ അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിനെ വ്യത്യസ്തമായ രീതിയിൽ പല പേരുകളിൽ വിളിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഇവിടെ വായിക്കുമ്പോൾ ഒന്ന്, ഇസ്രായേലിനെ വിളിക്കുകയാണ്, നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. രണ്ടാമത് നോക്കുമ്പോൾ അവിടെ പറയാണ്, നീ എനിക്കുള്ളവനാണ്. മൂന്നാമത് നോക്കുമ്പോൾ അവിടെ പറയുന്നു, വിളിക്കപ്പെട്ടവനാണ്. പിന്നെ പറയുന്നത് താഴോട്ട് വായിക്കുമ്പോൾ ഒരിക്കലും നശിക്കാത്തവനാണ്. രക്ഷിക്കപ്പെട്ടവൻ എന്നുള്ള പേര് കാണുവാൻ തക്കോണം കഴിയും. വിലയേറിയവൻ എന്ന പേര് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. മാന്യനായ ഒരു വ്യക്തി എന്ന് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്ന് കാണുന്നു. 10ാമത് കാണുവാൻ തക്കോണം കഴിയുന്നത് ഭയപ്പെടുവാൻ ആവശ്യമില്ലാത്തവൻ എന്നാണ് അവിടെ കാണുന്നത്. പിന്നെ അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുവാൻ പോകുന്നവൻ എന്ന് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അടുത്തത് 12, 13 പേരുകൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവനാമത്തിൽ വിളിക്കപ്പെട്ടവൻ. 13ാമതായിട്ട് കാണുവാൻ തക്കോണം കഴിയുന്നത് ദൈവ മഹത്വത്തിനായി നിർമ്മിക്കപ്പെട്ടവൻ എന്നാണ്. ഇങ്ങനെ ഇസ്രായേലിനെ പല വിധത്തിൽ പേരുകൾ ചൊല്ലി വിളിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം മറന്നു പോകുന്നത്. ആ ദൈവം ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന്. നമ്മെ വീണ്ടെടുത്ത് നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതെന്ന് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നതിൻ്റെ കാരണം അഥവാ ഉദ്ദേശം എന്നുള്ളത് ആവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം നമുക്കെടുക്കാം. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാകുന്നു. എന്നിട്ട് പറയാണ്, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ
തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാം സ്വന്തം ജനമായി ഇരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതെന്ന് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു പിക്യൂരിയർ പീപ്പിളായിട്ടാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. ഒരു സ്വന്തം ജനം എന്ന് പറഞ്ഞാൽ നമ്മോട് സംസാരിക്കുവാൻ, നമ്മോട് ഇടപെടുവാൻ, അവന് നമ്മളുമായിട്ടുള്ളതായ അഭേദ്യമായ ബന്ധത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സ്വന്തം ജനം എന്ന് കാണുവാൻ തക്കോണം. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് അവിടെ പറയുമ്പോൾ, നാം സ്വന്തം ജനമായതുകൊണ്ടാണ് നമ്മെ പേർ ചൊല്ലി വിളിക്കുവാൻ തക്കോണയായിത്തീർന്നത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക്, എന്നിട്ട് അവിടെ വായിക്കുന്നതിനാണ്, നീ ഒരു വിശുദ്ധ ജനമാണ്. നാം ഓരോരുത്തരും വിശുദ്ധ ജനമാണ് ദൈവത്തിന്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഞാൻ നിങ്ങൾ എന്തായി തീരുമെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലാണ് അത് കാണുവാൻ തക്കോണം കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ എന്ന് പറഞ്ഞാൽ സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക സമ്പത്തായിട്ടിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്, അഥവാ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അഥവാ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നുപോലെ. പിന്നെ യാക്കോബിനോട് പറയുകയാണ്, അവിടെ താഴോട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നതിനുള്ള കാരണം? യെശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിന്നെ ഒരു വാക്യവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശുരുവിനെ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിനോട് പറയുകയാണ്, എൻ്റെ ദാസനായ യാക്കോബേ, നീ തിരഞ്ഞെടുത്ത യെശുരുവിനെ നീ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരുന്നവനാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നീ വരണ്ട അവസ്ഥയിൽ ഉണങ്ങിയ അവസ്ഥയിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി നദികളെ ഒഴുക്കുവാൻ, ആത്മീയ ശക്തികളെ പകർന്ന് നിന്റെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുവാൻ, നിന്റെ ഉണങ്ങി വരേണ്ടതായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അവിടെ പറയുമ്പോൾ നിന്റെ നീരൊഴുക്കളെ മാത്രമല്ല, നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുന്ന ദൈവമാണ്. നമ്മുടെ സന്താനത്തിന് എന്നെ മാത്രമല്ല, നമ്മെ ഓരോരുത്തരെയും മാത്രമല്ല, നമ്മുടെ സന്താന പരമ്പരകളെയും അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്, യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലിൽ നീ എൻ്റെ ദാസനല്ലോ. അവനോട് ഒരു വാണിംഗായിട്ടാണ് പറയുന്നത്, യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക. നാമെ ഹല്ലേലൂയ നിർമ്മിച്ചവനായി ദൈവം പറയാണ്, നീ ഇത് ഓർത്തുകൊള്ളുക. ഇസ്രായേലേ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല. നമ്മെ ആരെയും ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. ആമേൻ. മറന്നു കളയുന്ന ദൈവമല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ദൈവം പറയുവാനുള്ള കാരണം എന്താണ്? 44-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ രാജാവായ യഹോവേ, അവൻ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ആദിയും അന്തവുമാകുന്നു എന്ന് പറയുന്നു. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ലോകത്ത് നാം നോക്കുമ്പോൾ
ഹല്ലേലൂയ അനേക ദൈവങ്ങളെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാൽ ആ ദൈവങ്ങൾക്കൊന്നും ഹല്ലേലൂയ നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. അത് കാരണമെന്ന് നമ്മെ വീണ്ടെടുത്തത് ആരാണ്? ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഹല്ലേലൂയ നാം പാപികളായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പാപത്തിന് വേണ്ടി ഹല്ലേലൂയ യാതൊരു ഹല്ലേലൂയ മരണം വിധിക്കപ്പെട്ടിരുന്നപ്പോൾ ആ മരണത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മരണത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു താഴെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ തന്റെ ജീവനെ കൊടുത്ത് എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് അവൻ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുവാനുള്ള കാരണം. അവൻ വീണ്ടെടുപ്പ് വിലയായ ഹല്ലേലൂയ തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി ഹല്ലേലൂയ മക്കളും അവകാശികളുമാക്കി തീർത്തിരിക്കുകയാണെന്ന് കാണുവാൻ തക്കോളെ കഴിയുണ്ട്. ആ ദൈവം നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കാരണമെന്ത്? അവൻ വീണ്ടെടുപ്പുകാരനായതുകൊണ്ടാണ് അവൻ നമ്മോട് പറയുവാനുള്ള കാരണം. അത് തന്നെയുമല്ല, അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഇന്ന് നാം നോക്കുമ്പോൾ ഹല്ലേലൂയ പഴയ നിയമ പുസ്തകങ്ങളിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ മുൾപ്പടപ്പിന്റെ നടുവിൽ മോശെ ഹല്ലേലൂയ വിളിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ തക്കോണം. മോശെ എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ വിളി കേൾക്കുന്നതായ മോശെ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവം പൈതലേ, നിനക്ക് പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നിന്നെ ഹല്ലേലൂയ ഭയപ്പെടുത്തുന്ന ദൈവമല്ല. ഹല്ലേലൂയ ചിലപ്പോൾ തീയിൽ കൂടെ കടന്നുപോയെന്ന് വരാം, പ്രതികൂലങ്ങളുടെ മധ്യത്തിലൂടെ നീ കടന്നുപോയെന്ന് വരാം. എന്നാൽ അതിൽ മുമ്പേ ഹല്ലേലൂയ നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ശദ്രക്കും മേശക്കും അബേദ്നെഗോവിന്റെ ഹല്ലേലൂയ ഭാഗം നോക്കുമ്പോൾ ഹല്ലേലൂയ അവരെ നെബൂഖദ്നേസർ നിർത്തിയതായ ബിംബത്തെ ഹല്ലേലൂയ നമസ്കരിക്കണമെന്ന് നെബൂഖദ്നേസർ പറയുമ്പോൾ ഹല്ലേലൂയ നെബൂഖദ്നേസറിനോട് പറയുന്നു, ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ ദാസന്മാരാണ്, ഞങ്ങൾ നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമ്മൾ നമസ്കരിക്കത്തില്ല. ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ അതിനെതിരായിട്ട് ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് തീയുടെ ഹല്ലേലൂയ ശക്തി കൂട്ടിയെങ്കിലും ഹല്ലേലൂയ ആ തീയുടെ മധ്യത്തിലേക്ക് അവരെ ഇറക്കി വിട്ട് ഹല്ലേലൂയ അതിന്റെ മധ്യത്തിൽ എൻ്റെ യേശു അവരുടെ മുൻപായിട്ട് ആ തീയിൽ ഇറങ്ങി, അവരുടെ മുന്നമേ ഇറങ്ങി അവരുടെ കെട്ടുകളെ അഴിക്കുവാൻ, അവരുടെ പ്രതികൂലത്തെ മാറ്റുവാൻ, അവരുടെ ശക്തിയെ പുതുക്കുവാൻ കഴിവുള്ള ദൈവം തീയിലിറങ്ങി അവരുടെ ഹല്ലേലൂയ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ഈ ദൈവം നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവമാണെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവം പൈതലേ, ഈ സമയത്ത് എന്നെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ രക്ഷിക്കുവാൻ ഹല്ലേലൂയ അനേകം പറഞ്ഞു എന്ന് വരാം, ഞാൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം, ഞാൻ നിങ്ങളെ സഹായിച്ചുകൊള്ളാം, ഞാൻ നിങ്ങളെ വിടുവിച്ചുകൊള്ളാം. ഹല്ലേലൂയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനേകം പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അവരൊക്കെയും കാലുമാറുമ്പോൾ എൻ്റെ യേശു ഒരിക്കൽ പോലും വാക്കുമാറുന്ന ദൈവമല്ല. ഇവിടെ പറയുമ്പോൾ എൻ്റെ രണ്ടാം വാക്യം അതാണ്, ഇന്ന് വായിച്ചതായ ഭാഗത്തിന്റെ രണ്ടാം വാക്യത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മോട് കൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ നമ്മോട് കൂടെ നടക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയത്തില്ല. നീ നദിയിൽ കൂടെ കടന്നു പോകത്തില്ല എന്നല്ല, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കൂടെ കടന്നു പോകത്തില്ലെന്നല്ല, ഇതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ നിന്റെ മുകളിൽ അത് വന്ന് ഹല്ലേലൂയ നിന്നെ മുക്കിക്കളയുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഹല്ലേലൂയ ഇടയാക്കത്തില്ല. എൻ്റെ ദൈവത്തിന്റെ ശക്തി അപ്രകാരമാണ്. എന്നിട്ട് അവിടെ പറയുന്നു, പിന്നെ വായിക്കുന്നത് നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ല എന്നാണ്. നമ്മൾ തീയിൽ കൂടി കടന്നു പോകത്തില്ലെന്ന്. അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്. ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെ ഹല്ലേലൂയ തീയിൽ കൂടി കടത്തി വിട്ടു. അവർ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അവരുടെ ശരീരത്തിന് ഒരു തീയുടെ മണം പോലും ഏറ്റില്ല എന്നാണ് അവിടെ വായിക്കുവാൻ കൊണ്ട് കഴിയുന്നത്. നമ്മളെ തീയിൽ കൂടി കടത്തി വിടുമ്പോൾ നമ്മുടെ എല്ലാം വെന്തു പോകുവാൻ കൊണ്ട് സാധ്യതയുണ്ട്. എന്നാൽ തീയിൽ കൂടി കടന്നു പോയാലും അതിനെ വെന്തു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ എൻ്റെ യേശു നിനക്ക് മുൻപേ അവിടെ ഇറങ്ങുന്ന
പോകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സിംഹത്തിന്റെ മധ്യ ഹല്ലേലൂയ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം ഇറങ്ങി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ ജാതീയ രാജാവ് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവത്തിനെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ആ ദൈവത്തെ മാത്രമേ സ്തുതിക്കാവൂ എന്ന് ഹല്ലേലൂയ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടതായ രാജാവ് പറയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ പുസ്തകത്തില് യെശയ്യാവിന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തില് ഇവിടെ പറയുക, യാക്കോബിനോട് പറയുകയാണ്, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നാം ദൈവത്തിനുള്ളവരാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഏതൊക്കെ രീതിയിൽ മുൻപോട്ട് പോയാലും ഹല്ലേലൂയ നിന്നെ വിടുവിപ്പാൻ, നിന്നെ ശക്തീകരിപ്പാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ ദൈവമെന്ന് നീ മറന്നു പോകല്. അതാണ് 2-ാം വാക്യത്തിൽ പറയുമ്പോൾ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ലോകജാതികൾ ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ലോകത്തിലുള്ള മറ്റ് ദൈവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദത്തിന് മുൻപാകെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ ശക്തി നിന്നെ സഹായിപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. അവൻ നിന്നെ വിടുവിപ്പാൻ ശക്തിയുള്ള ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.